അടുത്തിടെയായി നമ്മുടെ ചുറ്റുപാടും നടന്ന പല സംഭവങ്ങളും നോക്കിയാൽ ലഹരി നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യന്റെ മസ്തിഷ്കം പൂർണ്ണ വികാസം എത്തുന്നത് 25 വയസ്സാവുമ്പോഴത്തേക്കാണ്. ഈ വളരുന്ന മസ്തിഷ്കത്തിൽ തലച്ചോറിന്റെ മുകളിൽ ലഹരിയുടെ പ്രഭാവം വളരെ വലുതാണ്. ഈ ലഹരിയോടുള്ള ആസക്തി കാണിക്കുന്നവരെ സൂചനകളിൽ നിന്ന് മാത്രം മനസ്സിലാക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പണ്ടൊക്കെ ആൾക്കാർ മദ്യം, സിഗരറ്റ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അവയെ ഗന്ധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പുതിയ തലമുറയിലുള്ള ലഹരിയൊക്കെ നമുക്ക് ഗന്ധം കൊണ്ട് മാത്രം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ചില സൂചനകൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നല്ല ആക്റ്റീവായി എല്ലാവരോടും പെരുമാറി നല്ല ആക്റ്റീവായി നടന്നിരുന്ന കുട്ടികൾ പെട്ടെന്ന് അകാരണമായിട്ട് ക്ഷീണം കാണിക്കുക, ശരീരഭാരം പെട്ടെന്ന് കുറയുക, അല്ലെങ്കിൽ സദാസമയം ഉറങ്ങുക, ഉറക്കം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വിശപ്പ് തീരെ കുറയുക, കാഴ്ചയിൽ കണ്ണുകളിൽ ചുവപ്പ് നിറം, അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, കണ്ണുകൾ നനഞ്ഞിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശബ്ദത്തിലുള്ള ഇടർച്ച, ഇതൊക്കെ ലഹരിയുടെ ഭാഗമായിട്ട്, ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഈ കുട്ടികൾ പലപ്പോഴും കാണുന്നത് അടുത്തിടെ സ്വകാര്യതയുടെ ഒരു ആവശ്യം കാണിക്കാറുണ്ടെന്ന, അതായത് മുറി അടച്ചിട്ട് ഇരുന്നോണ്ടിരിക്കുക, കുടുംബത്തിലെ ആരെയും മുറിയിലേക്ക് കയറ്റാതിരിക്കുക, അകാരണമായിട്ട് ദേഷ്യപ്പെടുക. നമ്മൾ അവരുടെ മുറിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും കാണുക. അതായത് ഉപയോഗിക്കാത്ത കുറെ ഡെബിറ്റ് കാർഡുകളോ, അല്ലെങ്കിൽ വർണ്ണക്കടലാസുകളോ, അല്ലെങ്കിൽ അറിയാത്ത പൊടികളോ, ഇലകളോ, ഡ്രൈഡ് ആയിട്ടുള്ള ഇലകളോ, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുക. അകാരണമായിട്ട് ഇവര് വൈകാരികമായിട്ട് പ്രതികരിക്കുക, ദേഷ്യപ്പെടുക. അടുത്തിടെയായിട്ട് ഭയങ്കരമായിട്ട് പൈസ ഉപയോഗിക്കുക. മുതിർന്നവരുമായിട്ടുള്ള, തന്നെക്കാളും മുതിർന്നവരുമായിട്ടുള്ള അടുത്തിടെയായിട്ടുണ്ടായിരുന്ന സൗഹാർദ്ദം, രഹസ്യ സ്വഭാവമുള്ള ഫോൺ കോളുകൾ, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട കുട്ടികളുമായിട്ട് തുറന്ന സത്യസന്ധമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുക. കുട്ടി പ്രതിരോധത്തിലാവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ആധികാരികമായിട്ട് തെളിയിക്കാനുള്ള ഡ്രഗ് സ്ക്രീനിങ് കിറ്റൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും കുട്ടികൾ അതൊരു വലിയൊരു ഉപദേശത്തോടെയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് പോലെയോ ആവാതെ, പ്രത്യേകിച്ചും കൗമാരക്കാരിലേക്ക് അത് പോവാതെ അവരുടെ അടുത്തൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുക. ഈ നിങ്ങൾ തന്നെ അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുത്തിട്ട് മാറ്റി നിർത്തുകയോ ചെയ്യാതെ ഉചിതമായിട്ടുള്ള വൈദ്യസഹായം, അത് എപ്പോഴും മരുന്നുകളെ കൊണ്ട് തന്നെ ആവണമെന്നില്ല, അത് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ അത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾ ആരെയൊക്കെ കാണുന്നു, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് സമയം കളയുന്നത്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഈ അടുത്തായിട്ട് വല്ല പ്രയാസങ്ങളുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതിനെല്ലാം ഉപരി മാതാപിതാക്കൾ ഒരു നല്ല മാതൃകയാവാൻ ശ്രമിക്കുക.